മമ്മൂട്ടി എന്നും CPM-നൊപ്പം നിന്ന സിനിമാ നടനാണ്. മമ്മൂട്ടിയുടെ ചുവട് പിടിച്ച് പിന്നെ സാംസ്കാരിക നായകരിൽ പലരും CPM കൂടാരത്തിലെത്തി. പാർട്ടി ചാനലിന്റെ ചെയർമാൻ പദവിയിൽ 25 കൊല്ലം പൂർത്തിയായ മമ്മൂട്ടി എന്നും CPM-ന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ശനിയാഴ്ച വയനാട്ടിലെത്തുന്നതുവരെ. എന്നാൽ നേരമിരുട്ടി വെളുത്തപ്പോൾ കഥ മാറി. രൂക്ഷമായ സൈബർ ആക്രമണത്തിൽ വലയുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മറ്റ് സൈബർ ആക്രമണങ്ങൾ പോലെയല്ല ഇടതുപക്ഷത്തിൻ്റേത്. അത് ആദ്യമായി നേരിടുന്നതിന്റെ ഞെട്ടൽ മമ്മൂട്ടിക്കുണ്ട്. വെട്ടുകളികളെ പോലെ CPM സൈബർ സഖാക്കന്മാർ മമ്മൂട്ടിയെ വളയുമ്പോൾ മാപ്പ് പറഞ്ഞ് തടിയൂരാമെന്ന ചിന്തയിലേക്ക് താരം എത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ രഹസ്യമായതുകൊണ്ട് തന്നെ പുറം ലോകം ഒന്നും അറിയുന്നില്ല. CPM-ന്റെ തലപ്പൊക്കമുള്ള നേതാക്കൾ പോലും മമ്മൂട്ടിയെ വാഴ്ത്തിപ്പാടാൻ മത്സരിക്കുമ്പോഴാണ് സൈബർ സഖാക്കന്മാർ ആക്രമണം അഴിച്ചുവിടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്റെയൊപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ചതാണ് മമ്മൂട്ടി ചെയ്ത തെറ്റ്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് ഇടത് സൈബർ ഹാൻഡിലുകളെ ചൊടിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. DYFI പ്രാദേശിക ഘടകങ്ങളുടെ ഉൾപ്പെടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കടുത്ത വിമർശനമാണ് മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറയാൻ മമ്മൂട്ടി ആരാണ് എന്ന ചോദ്യമാണ് ഇടത് സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും ചില പേജുകളിൽ കുറിപ്പുകളുണ്ട്. ആളുകളോട് പെരുമാറുമ്പോൾ കലാകാരനുണ്ടാവേണ്ട വിനയവും ബഹുമാനവും ഈ പ്രായത്തിലും സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി എന്നായിരുന്നു നിരവധി കേസുകളിലെ പ്രതിയും CPM-ന്റെ സൈബർ പോരാളികളിൽ ഒരാളുമായ അർജുൻ ആയങ്കിയുടെ പോസ്റ്റ്. അയാളൊക്കെ സിനിമയിലാണ് ഹീറോ. ജനങ്ങളുടെ കൂടെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറി അതിനേക്കാൾ ഉയരത്തിലാണ് എന്നായിരുന്നു നേരത്തെ PG ആർമി എന്നറിയപ്പെടുന്ന റെഡ് ആർമിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ പറയുന്നത്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞതിലൂടെ മമ്മൂട്ടി ചെറുതായി പോയെന്നായിരുന്നു പോരാളി ഷാജി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റുകളിൽ ഒന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ റഫീഖ് അവിടെ ഉണ്ടായിരുന്നത് ഓർമ്മിപ്പിച്ച് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനുമായ അശോകൻ ചരുവിൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ സാമൂഹിക മൂലധനമാണെന്നും അപൂർവമായി മാത്രമേ ഇങ്ങനെ ഉണ്ടാകൂ എന്നുമായിരുന്നു ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം മമ്മൂട്ടിയുടെ പ്രതികരണം. ഒരു ജനത ആ നാട്ടിലെ നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. ഇത് ജനങ്ങളുടേതാണ്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണിത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ടു മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ K. റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം. എന്തായാലും തലയിലേറ്റിയ കൈകൊണ്ട് തന്നെ മമ്മൂട്ടിയെ CPM സൈബർ സഖാക്കന്മാർ കല്ലെറിയുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ മൗനത്തിലാണ്. CPM സഹയാത്രികൻ എന്ന ലേബലിൽ നിന്നുകൂടി മമ്മൂട്ടിയെ CPM പുറത്താക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്.